ഒന്നാമത്തെ കാര്യം നമുക്ക് രണ്ടുപേർക്ക് ഈ ഒരു സബ്ജക്റ്റോട് പറയാൻ ഒട്ടും താല്പര്യമില്ല. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ കുറച്ച് കരയരുത് എന്നിട്ട് അല്ല എന്ന് വെച്ചാ ഇവര് ആക്സിഡന്റ് പറ്റുന്നതിന്. എല്ലാവർക്കും നമസ്കാരം. ഒരു ചിരി ഇരുചിരി ബബ്ബർ ചിരിയിൽ ജ്യോതിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി സ്റ്റാൻഡപ്പ് കൊമേഡിയനായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഒരു ലവ് സ്റ്റോറി നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ജ്യോതികയുടെയും യദുവിന്റെയും. യദു ആക്സിഡന്റ് പറ്റി വീൽ ചെയറിലാണ്, അരയ്ക്ക് കീഴ്പോട്ട് പാരലൈസ്ഡ് ആയിട്ട് വീൽ ചെയറിലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ലവ് സ്റ്റോറിയിൽ കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് യദു നേരെ നടന്ന സമയത്ത് ജ്യോതികയുടെ വീട്ടുകാർ വലിയ താല്പര്യമൊന്നും കല്യാണത്തിന് ഇല്ലായിരുന്നു, ഈ യദുവും ജ്യോതികയും തമ്മിലുള്ള കല്യാണത്തിൽ. എന്നാൽ യദുവിന് ആക്സിഡന്റ് ആയതിനു ശേഷം ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിന്നത് ഇവനെ കെട്ടിയാ മതി എന്നുള്ള രീതിയിൽ ജ്യോതികയുടെ വീട്ടുകാരാണ് നിന്നത്. സത്യം പറഞ്ഞ ആ ഒരു സംഭവം കേട്ട സമയത്ത് ഞാൻ വളരെയധികം എന്ന് പറഞ്ഞ് ചിന്തിച്ചു പോയി. അത് കേട്ടപ്പോൾ എനിക്ക് ആ വീട്ടുകാരോടും ഭയങ്കര ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ തോന്നി. എന്തായാലും അവരിപ്പോൾ അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് ജീവിച്ചു പോകുന്നുണ്ട്. ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആ ചാനലിൽ ലേറ്റസ്റ്റ് ആയിട്ട് അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ട സമയത്ത് അതിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ എനിക്കും എവിടേക്കോ ട്രിഗർ ആയി പോയിട്ടുണ്ട്. എന്റെ പഴയ ഓർമ്മകളിലേക്ക് ഒരു 5 വർഷം പിന്നോട്ട് ഞാനും ഒന്ന് ചിന്തിച്ചായിരുന്നു, ഒന്ന് ചലിച്ചായിരുന്നു, ഒന്ന് നടന്നായിരുന്നു. അത് കേട്ടപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. എന്റെ പേഴ്സണൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെ എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി. പ്രത്യേകിച്ച് യദുവിന് ഒരു ആക്സിഡന്റ് ആയതാണ്. ആക്സിഡന്റ് ആയിട്ടാണ് അരയ്ക്ക് കീഴ്പോട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ആക്സിഡന്റ് ആവുന്ന സമയത്ത് വണ്ടിയിൽ അമ്മയും കൂടി ഉണ്ടായിരുന്നു. അവർക്ക് വേറെ വിഷയമൊന്നുമില്ല. പക്ഷെ യദുവിനാണ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ആക്സിഡന്റിന് ശേഷം കൊണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് എത്തിച്ചിട്ടുള്ളത്. അവിടെയാണ് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. ഞാനും ആക്സിഡന്റ് ആയ സമയത്ത് കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു. ആ സമയത്ത് എന്നെയും ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് കൊണ്ടെത്തിച്ചിട്ടുള്ളത്. അങ്ങനെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എത്തിയ യദുവിന്റെ അനുഭവം എന്റെ അനുഭവം കൂടി ഏതാണ്ട് എനിക്ക് ഒരുപോലെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ട് എനിക്ക് പേഴ്സണലി ഉള്ള ഒരു അനുഭവം വെച്ചിട്ട് സംസാരിക്കണമെന്ന് തോന്നി. എനിക്ക് പേഴ്സണൽ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിഡന്റ് ആയി അവിടെ കിടക്കുന്ന എനിക്ക് ഓർമ്മയില്ല. എന്നാൽ എന്റെ സഹോദരനടക്കം അവിടെ നിന്ന് കണ്ട കാഴ്ചകളും അവിടുത്തെ രീതികളും ഒക്കെ പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇത് വെച്ചിട്ടാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്തായാലും യദുവും ജ്യോതികയും പറയുന്നത് കേട്ടു നോക്കാം. കോട്ടയം മെഡിക്കൽ കോളേജിൽ ICUയിൽ എനിക്ക് അത്യാവശ്യം നല്ല ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടിയത്. അല്ല, നല്ലതായിട്ട് എന്നെ ട്രീറ്റ് ചെയ്തു. പക്ഷെ ചില ഇൻസിഡന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ കിടന്ന് കരഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ ICU കിടന്ന് കരയുമ്പോൾ ഡോക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് വേദനിക്കുന്നു, സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോഴും എനിക്ക് അറിയത്തില്ല എനിക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ കിടക്കുക, എനിക്ക് എണ്ണിക്കാൻ പറ്റുന്നില്ല, എന്തോ സംഭവം എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ ഡോക്ടേഴ്സിനോട് ചോദിക്കുന്നു, ഡോക്ടർ എനിക്ക് എന്ത് പറ്റിയെന്ന് പറയുമ്പോൾ മൈൻഡ് ചെയ്യാണ്ട് ഇങ്ങനെ ഡോക്ടർ പോകുന്ന ഒരു സിറ്റുവേഷൻ. അതൊക്കെ ആലോചിക്കുമ്പോ ഇപ്പൊ ഒരു ഭയങ്കര വിഷമം. അപ്പോഴും ഞാൻ ഭയങ്കര കരഞ്ഞോണ്ട് ഞാൻ വിളിക്കുന്നത്, എന്നെ മൈൻഡ് ചെയ്യാണ്ട് പോകുന്നതും. ആക്സിഡന്റ് ആയ സമയത്ത് യദുവിന് കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടായിരുന്നു. ആ സമയത്ത് ഡോക്ടറിനെയൊക്കെ വിളിക്കുന്ന സമയത്ത് ഡോക്ടർമാർ മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞു നോക്കാതെ പോകുന്നുണ്ട്. ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് അവർക്ക് ഇതൊന്നും ഒരു പുത്തരിയല്ല. ഒരുപാട് ആക്സിഡന്റ് കേസ്, ഒരുപാട് മരണങ്ങളൊക്കെ കണ്ട് തഴമ്പിച്ചിരിക്കുന്ന ഒരു മനസ്സാണ് അവരുടെ മനസ്സ്. പക്ഷേ എനിക്ക് ഡോക്ടർമാരടുത്തും അതുപോലെ ബാക്കിയുള്ള നേഴ്സുമാരടുത്തും ആയാലും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ആശ്വാസ വാക്ക് രോഗിക്ക് ഒരുപാട് സന്തോഷമുണ്ടാക്കും. അതുപോലെ തന്നെ ആ രോഗിയുടെ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡേഴ്സും ഫാമിലിയുടെ അടുത്തൊക്കെ ഒരു ആശ്വാസവാക്ക് അല്ലെങ്കിൽ കുറച്ച് മയത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്കും അത് കുറച്ച് സന്തോഷമായിരിക്കും. പിന്നെ വേറൊരു കേസ്, നിങ്ങളുടെ ഒരു ആശ്വാസ വാക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കെയർ കിട്ടുന്ന ഒരു പേഷ്യന്റ് ചിലപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നേക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷിക്കുന്ന ചിലപ്പോൾ ഒരു കുടുംബത്തെ ആയിരിക്കും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഡോക്ടർമാരും നഴ്സുമാരും, പ്രത്യേകിച്ച് ഗവൺമെന്റ് ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് ഇല്ല. അവിടെ പക്കയാണ്, ക്ലിയർ ആണ്. കാരണം അവിടെ ശമ്പളം വാങ്ങുന്നു, ആ ഹോസ്പിറ്റലിന്റെ ഇമേജ് എല്ലാം നോക്കിയിട്ടാണ് അവിടെ കാര്യങ്ങൾ നീങ്ങുന്നത്. പക്ഷെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അങ്ങനെയല്ല. അവർ ശമ്പളം വാങ്ങിക്കുന്നു, പണിയെടുക്കുന്നു, പോകുന്നു. അതിൽ മനുഷ്യത്വമില്ല, മനസാക്ഷിയില്ല, ഒന്നുമില്ല, എന്നുള്ള സെറ്റപ്പിലാണ് മിക്കവരും പെരുമാറാറ്. ഞാൻ അവിടെ ആക്സിഡന്റ് ആയി കിടന്ന സമയത്ത് എനിക്ക് നല്ല ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു. ഓർമ്മ പോലും ഇല്ലായിരുന്നു. എനിക്ക് ഫേസിലാണ് അപകടം പറ്റിയത്. ആ സമയത്ത് എന്നെ ഏതോ സ്ട്രക്ചറിൽ അവിടെ ഇവിടെ ഒതുക്കിയിട്ടിരുന്നെന്നാണ് എൻ്റെ ചേട്ടനൊക്കെ അന്ന് പറഞ്ഞിട്ടുള്ളത്. തിരിഞ്ഞു നോക്കത്തില്ല. പിന്നെ മോളിൽ നിന്ന് വേറെ ആരെയൊക്കെ എവിടെ നിന്നൊക്കെ വിളിച്ച് പറഞ്ഞൊക്കെയാണ് പിന്നെ അവസാനം ഒരു വെന്റിലേറ്റർ ICU ഒക്കെ തന്ന് എന്നെ തിരിച്ചു കൊണ്ടുവന്നത്. പിന്നെ അതിനുശേഷം അവിടെ നിന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് മാറ്റി. പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് മാറ്റിയ സമയത്ത് ഈ ആക്സിഡന്റ് ആയ സമയം എൻ്റെ ഫേസിലുണ്ടായിരുന്ന കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർ അവിടെ വെച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട്. എന്നാൽ ആ ക്ലീനിങ് അത്ര പ്രോപ്പറായിട്ട് ആയിട്ടില്ലായിരുന്നു. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് ഇവർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് സർജറി അന്ന് തന്നെ ഫസ്റ്റ് ദിവസം ചെയ്തു. പക്ഷെ ആ സമയത്തും എൻ്റെ ഫേസിൽ വീണ ദിവസത്തുള്ള മണ്ണും ചെളിയൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ എന്തുമാത്രം കെയർ ആണ്
എനിക്ക് അവർ തന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അന്ന് മെഡിക്കൽ കോളേജിൽ ഞാൻ കടന്നിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പേ ഇരുന്ന് സംസാരിക്കത്തില്ല, ജീവൻ പോലും കാണത്തില്ല. ഉറപ്പാണ്, 100%. എന്റെ ചേട്ടനടക്കം എല്ലാവരും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് മാറ്റിയത് കൊണ്ടാണ് ഞാൻ അന്ന് രക്ഷപ്പെട്ടത്. എല്ലാ ആൾക്കാർക്കും ഉറപ്പായിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സിക്കാനുള്ള കാശും കാര്യങ്ങളൊന്നും കാണത്തില്ല. നല്ല പൈസയും കാര്യങ്ങളൊക്കെ ആവും പ്രൈവറ്റിലോട്ട് മാറിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ആൾക്കാരും മിക്കവരും ഗവൺമെന്റിലോട്ട് പോകുന്ന ഫിനാൻഷ്യൽ ഇഷ്യൂ തന്നെയാണ്. അങ്ങനെ ഗവൺമെന്റിലോട്ട് പോകുന്ന ആൾക്കാരെ ഒരുമാതിരി പട്ടി വില തന്ന് ഒരു മൈൻഡും ചെയ്യാതെ ഒരു രീതിയിലും കെയർ ചെയ്യാതെ അവിടെ നിൽക്കുന്ന കുറെ ഡോക്ടേഴ്സും കുറെ നഴ്സുമാരും ഒക്കെ ഉണ്ട്. ഉറപ്പായിട്ട് എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും അത് ഉണ്ടാവും. എല്ലാവരും അങ്ങനെയാണെന്നും ജനറലൈസ് ചെയ്യാൻ പറയത്തില്ല. മനസാക്ഷിയുള്ള നല്ല മനസ്സിനുടമയായിട്ടുള്ള ഡോക്ടർമാരും ഉണ്ട്. എന്നാൽ ഒരു 10-60% ആൾക്കാരും ഈ ഒരു കാറ്റഗറിയിൽ പെട്ടിട്ടുള്ളതാണ്. ഏത് മുറട്ടിൽത്തനം, മൈൻഡ് ചെയ്യത്തില്ല, വണ്ടി ഓട്ടിച്ചല്ലേ ചാവണമെങ്കിൽ ചാവട്ടെന്നുള്ള മൈൻഡിൽ അങ്ങനെ ഇട്ടിട്ടു. പക്ഷെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നേരെ തിരിച്ചാണ്. അതിന്റെ റീസൺ അവർക്ക് അവരുടെ ക്രെഡിബിലിറ്റി ഇമേജ് ഒക്കെയാണ്. മാക്സിമം ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാനേ നോക്കത്തുള്ളൂ ഏത് രീതിയിൽ. പിന്നെ ആദ്യത്തെ ദിവസം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത അന്ന് തന്നെ അവർ എന്നെ ക്ലിയർ ചെയ്ത് സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്ത് 2 ദിവസം 3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നു. എന്നാൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചാവാൻ കണക്കിനാണ് ഞാൻ കിടന്നിട്ടുള്ളത്. വെന്റിലേറ്റർ കിട്ടിയത് എന്നെ ആരെയൊക്കെ വിളിച്ചു പറഞ്ഞ് പിടിപാടിന്റെ പേരിലാണ് കിട്ടിയിട്ടുള്ളത്. അല്ലാണ്ട് വെന്റിലേറ്റർ പോലും കിട്ടത്തില്ല. ആദ്യം ഇല്ലെന്നൊക്കെ പറഞ്ഞ് വിട്ടിരുന്നു. പ്രത്യേകിച്ച് ആക്സിഡന്റ് ആയ ആ സ്പോട്ടിൽ നിന്നും എന്നെ എടുത്തുകൊണ്ട് കോളേജിലുള്ള ആൾക്കാരാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലോട്ട് എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് എന്നെ ഗവൺമെന്റിൽ കൊണ്ട് ആക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ അവിടെ കൊണ്ട് പോകത്തില്ലായിരുന്നു. ഉറപ്പായിട്ടും ഈ ഒരു അവസ്ഥയിൽ പ്രൈവറ്റിൽ തന്നെ പോകുമായിരുന്നു. പക്ഷെ ഗവൺമെന്റിൽ എത്തിച്ചത് അവിടെ കോളേജിൽ നിന്ന് എത്തിച്ചതാണ്. അവർ പെട്ടെന്ന് അവിടെയല്ലേ കൊണ്ടുപോകത്തുള്ളൂ, മെഡിക്കൽ കോളേജിലോട്ട്. അങ്ങനെ കൊണ്ടുപോയതാണ്. അവിടുത്തെ സിറ്റുവേഷൻ ഇതായിരുന്നു. ഞാൻ പിന്നെയാണ് ഇതൊക്കെ അറിയുന്നത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ആർക്കും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകാൻ സജസ്റ്റ് ചെയ്യത്തില്ല. പിന്നെ പൈസ എല്ലാവരുടെയും ഒരു മുഖ്യ ഫാക്ടർ തന്നെയാണ്. പാവപ്പെട്ട ജനങ്ങൾ ഉറപ്പായിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകും. അവർക്ക് ചികിത്സിക്കാൻ അത്രയും പൈസയും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ അവിടുത്തെ ഫെസിലിറ്റീസ് ഓക്കെ ആണെങ്കിലും അവിടെ നിൽക്കുന്ന മുറട്ടത്തനം പിടിച്ച കുറെ സാധനങ്ങളുണ്ട്. പാവങ്ങളെ നെഞ്ചത്തിടിച്ചു കയറുന്ന, അല്ലെങ്കിൽ രോഗികൾക്ക് ഒരു മനസാക്ഷിയോട് പെരുമാറാത്ത, വെറും ക്രൂവൽ സ്വഭാവം നിറഞ്ഞ രീതിയിലൊക്കെ പെരുമാറുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ പേഷ്യൻ്റ് വെച്ച് കഴിഞ്ഞാൽ പട്ടി വിലയായിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു പേഷ്യന്റിനെ ജീവിതത്തിലോട്ട് തിരിച്ചു പിടിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷിക്കുന്ന ഒരു കുടുംബമായിരിക്കും. അത് മറക്കാതിരിക്കുക. എന്തായാലും ഇതും ജ്യോതികം പറയുന്ന ബാക്കി കേട്ട് നോക്കാം. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ അതിന് മുന്നേ വരെ ഞാനും അവളുടെ അച്ഛനും തമ്മിൽ അങ്ങനെ സംസാരിച്ചിട്ടില്ല. അങ്ങനെ ആക്സിഡന്റിന് 2-3, അതായത് ഒരു രണ്ടാഴ്ചക്ക് മുന്നോട്ട് ഏകദേശം വീട്ടിൽ നിന്നും 2 വീട്ടുകാരും കുഴപ്പമില്ല, എൻഗേജ്മെന്റ് ഒക്കെ നടത്താം എന്നുള്ളൊരു രീതിയിൽ. ഒന്നാമത്തെ കാര്യം, നമുക്ക് 2 പേർക്ക് ഈ ഒരു സബ്ജക്റ്റോട് പറയാൻ ഒട്ടും താല്പര്യമില്ല. അപ്പം അങ്ങനൊക്കെ ആയിരുന്നു. അങ്ങനൊക്കെ കുറച്ച് കരയരുത്. എന്നിട്ട് അല്ല എന്ന് വെച്ചാ ഇവര് ആക്സിഡന്റ് പറ്റുന്നതിന് കുറച്ച് ദിവസം മുന്നേ വീഗാലാൻഡിൽ എങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. വീഗാലാൻഡിൽ പോയപ്പോ എന്റെ അടുത്ത് മിണ്ടാത്ത ഒരാളായിരുന്നു ഇവളുടെ അച്ഛൻ. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു വരുന്നോന്നൊക്കെ ചോദിച്ചു. അപ്പൊ നമുക്ക് എന്നോട് ചോദിച്ചപ്പോ ഭയങ്കര സന്തോഷം. എന്നാ ചെല്ലണമെന്നൊരു പേടിയും, പഴയ വൈകാലിക ചെല്ലി ഇടിക്കുമെന്നൊരു പേടിയും. അപ്പൊ അങ്ങനെ വിളിക്കുകയൊക്കെ ചെയ്തപ്പോ ഒരുപാട് സ്വപ്നങ്ങളോടെ ജീവിച്ച ഒരു പയ്യനായിരുന്നു യദുവും ജ്യോതികയും. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി അവരുടെ ജീവിതത്തിൽ നടക്കാൻ പാടില്ലാത്തൊരു സിറ്റുവേഷൻ നടന്നു. എല്ലാ മനുഷ്യന്റെ ജീവിതത്തിലും ഒരു ഉയർച്ചയും താഴ്ചയും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇത് കുറച്ച് കൂടിപ്പോയി എന്ന് തോന്നുന്നു. എനിക്കിവിടെ യദുവിനുള്ള ഒരു ക്വാളിറ്റി കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ ജ്യോതിക ഇരുന്ന് കരയുന്നുണ്ടെങ്കിലും എല്ലാ വിഷമവും ഉള്ളിൽ ഒതുക്കി, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു വെളിച്ചമുണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇരിക്കുന്ന യദുവിനാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു മൈൻഡ് സെറ്റ് നല്ലതാണ്. ഞാനും അന്ന് ആക്സിഡന്റ് ആയ സമയത്ത് തളർന്നില്ല. ഒരുപാട് നഷ്ടപ്പെട്ടു, ഒരുപാട് ജീവിതം പഠിച്ചു. അതുപോലെ തന്നെ ആരൊക്കെ കൂടെ കാണുമില്ല എല്ലാം നമ്മൾ മനസ്സിലാക്കി. പ്രത്യേകിച്ച് ജീവിതം പഠിച്ചു. ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പുറത്ത് കാണിച്ചില്ല. മാക്സിമം ഉള്ളിൽ ഒതുക്കി ജീവിതത്തിൽ ഉയർന്നു വരണം, പുതിയ പുതിയ നേട്ടങ്ങൾ ഉണ്ടാവണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ മുന്നോട്ട് ജീവിക്കാൻ തുടങ്ങി. നമ്മുടെ ജീവിതത്തിൽ ഒരു മോശം അനുഭവം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും തളർന്ന് തരിപ്പണമാകരുത്. ആയി കഴിഞ്ഞ നഷ്ടം നമുക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ മുന്നോട്ട് ജീവിക്കുക, ഒറ്റ ജീവിതമേ ഉള്ളൂ. ഇപ്പൊ യദുവിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു, പക്ഷെ അവൻ ഇന്നും ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് അവന്റെ പോസിറ്റീവ് മൈൻഡാണ്. ആ ഒരു മൈൻഡ് എന്നും നിന്റെ കൂടെ ഉണ്ടാവട്ടെ എന്ന് മാത്രമേ എനിക്ക് ആശംസിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ ജീവിതത്തിൽ ഒരു വെളിച്ചം ഉണ്ടാകും, ഇന്ന് ആ വെളിച്ചം വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരിക്കും ചിലപ്പോൾ യദുവും ജ്യോതികയും ജീവിക്കുന്നത്. വരും വരാതിരിക്കത്തില്ല. യദുവിന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയ ദൈവം പോലും ചിലപ്പം ഇപ്പൊ സങ്കടപ്പെടുന്നുണ്ടായിരിക്കും. അങ്ങനെയാണ്. കാരണം നിങ്ങളുടെ പ്രണയം കാണുമ്പോൾ ആർക്കായാലും ഒരു സങ്കടം വരും. യദുവിന്റെ ഈ സിറ്റുവേഷൻ കണ്ടിട്ട് തന്നെയായിരിക്കും സങ്കടം വരുന്നത്. പക്ഷെ അതിനേക്കാൾ ഉപരി യദു ഈ ചിരിച്ച മുഖത്തോടെ ഇരിക്കുമ്പോൾ കൂടുതൽ സന്തോഷവും തോന്നുന്നു. കൂടാതെ ഈ ആക്സിഡന്റ് പറ്റുന്നതിന്റെ തലേ ദിവസം എനിക്ക് ആക്സിഡന്റ് പറ്റുന്നത് ഡിസംബർ 9-ാം തീയതി 2023 ഡിസംബർ 9-ാം തീയതി. 8-ാം തീയതി ഞാൻ പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പോളോ GT. അപ്പൊ പോളോയ്ക്ക് ഞാൻ പോയി അഡ്വാൻസ് ഒക്കെ കൊടുത്തു.
അഡ്വാൻസ് ഒക്കെ കൊടുത്തപ്പോ ഭയങ്കര സന്തോഷം. എനിക്ക് ആ വണ്ടി എടുക്കണം എന്നുള്ളൊരു സന്തോഷം ഇങ്ങനെ മനസ്സിൽ കയറിയിട്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ 2 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി കിട്ടുക, ആ ഒരു സന്തോഷവും എല്ലാം കൂടെ ആയിട്ട് എനിക്ക് ഉറങ്ങിയതായിരിക്കും, എനിക്കൊന്നും അറിയത്തില്ല. ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. അന്ന് തന്നെ കാർ കിട്ടിയില്ല, അതിന് മുന്നേ കാറിന്റെ ഹെഡ്ലൈറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് ആ ഒരു ഇതൊക്കെയായിരുന്നു. സത്യം പറയാല്ലേ അതു, നീ ഇതൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ സത്യം എന്റെ ലൈഫായിട്ട് എനിക്ക് കണക്ട് ആവണം. നീ ഇവിടെ പോളോ എടുക്കണമെന്ന് ആഗ്രഹിച്ച സമയത്ത് ഞാൻ ഡ്യൂക്ക് 200 എടുക്കണമെന്നാണ് ആഗ്രഹിച്ചത്. അതിനെ പറ്റിയിട്ട് നോക്കുകയും ഷോറൂമിലൊക്കെ കയറി അന്വേഷിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നടന്ന ഒരു സമയമായിരുന്നു എന്റെ ആ സമയത്താണ് എനിക്ക് ജീവിതത്തിൽ അങ്ങനത്തെ ഒരു മോശം അനുഭവം ഉണ്ടാവുന്ന. മോശം അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു അനുഭവം. അത് വളരെ വളരെ പരിതാപകരമായിരുന്നു. ആ സിറ്റുവേഷനൊക്കെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. ഏതാണ്ട് ഒരു വർഷത്തോളം ഒരുപാട് കഷ്ടത അനുഭവിച്ചു. അതിനുശേഷം വീണ്ടും റിക്കവറി ആയി, കാര്യങ്ങളായി, ഇപ്പൊ സെറ്റായി, അത്യാവശ്യം ഒക്കെ ആയി, വേറെ ലെവലായി, നല്ലപോലെ പോകുന്നു, അടിപൊളിയാണ്, ഹാപ്പിയാണ്. എന്തായാലും നിന്റെ ജീവിതത്തിലും ഒരു വെളിച്ചം ഉണ്ടാകും എന്നെങ്കിലും ആ വെളിച്ചത്തിന് വേണ്ടി കാത്തിരിക്കുക. അത് മാത്രമേ എനിക്ക് നിങ്ങളുടെ അടുത്തും പറയാനുള്ളൂ. ഒരിക്കലും വിഷമിക്കരുത്. പ്രത്യേകിച്ച് ജ്യോതികയുടെ ഫാമിലി ഞാൻ ഒരു ബിഗ് സല്യൂട്ട് അടിക്കുകയാണ്. അതിന്റെ കാരണം അവരുടെ ആ ഒരു മനസാക്ഷി, ആ ഒരു ക്വാളിറ്റി, അത് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റത്തില്ല. ഇനി മറ്റൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഈ യദുവിന് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് കുറച്ച് തട്ടിപ്പുകാർ ഇതിന്റെ ഇടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. 3 മാസത്തിൽ 2 മാസത്തിലൊക്കെ ഫുള്ളായിട്ട് ഓക്കെ ആക്കി തരാം, ചികിത്സിച്ച് ഭേദമാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇടയിൽ കയറിയിട്ടുണ്ട്. തന്തയില്ലാത്ത പരിപാടിയാണ് കാണിച്ചിട്ടുള്ളത്. പൂർണ്ണമായി ഞാൻ പറയാം, തന്തയില്ലാത്ത പരിപാടി. കാരണം ഒരാളുടെ സാഹചര്യത്തിനെ മുതലാക്കി നിന്നെ പോലുള്ള പരനാറുകൾ ഒരുത്തനെ മൂഞ്ചിച്ച് തിന്നു കഴിഞ്ഞാൽ നിന്റെ ഒക്കെ അണ്ണാക്കി പോലും ഇറങ്ങത്തില്ല. റബ്ബർ ഒട്ടിയിരിക്കുന്ന ഒട്ടിയിരുന്ന് ചാകത്തേ ഉള്ളൂ നീയൊക്കെ. ഞാൻ ഉള്ള കാര്യം പറയാം, അത്രയ്ക്ക് പ്രാഗി തള്ളിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഞാൻ വീണ് കിടന്ന സമയത്തും ഒരുപാട് പേര് മുതലാക്കാനായിട്ട് കയറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രാർത്ഥന കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വന്ന് കയറിയിട്ടുണ്ട്. നീ ഇപ്പം എടുത്ത് തരാമെന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ ഇന്ന് വിശ്വസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൽ വിശ്വാസമുണ്ട്. ദൈവത്തോട് ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ പറയാറുണ്ട്, എൻ്റെ വിഷമങ്ങൾ പറയാറുണ്ട്, കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ എനിക്കൊരു മധ്യസ്ഥത വേണമെന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് പറയും. എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ നേരിട്ട് പറയും. അത് ഒക്കെയാണ്. സഫലമാവുന്ന ആഗ്രഹങ്ങളൊക്കെ സഫലമാവുന്നുണ്ട്, അടിപൊളിയായിട്ടൊക്കെ പോകുന്നുണ്ട്. എല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയായിരിക്കണം. നമ്മൾ ഒരു മോശം സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് നമ്മളെ കൈപിടിച്ച് കയറ്റാമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ഉടായ്പകൾ വരും. അത് പ്രത്യേകിച്ച് മതത്തിന്റെ പേരും പറഞ്ഞ് അല്ലെങ്കിൽ ദൈവത്തിന്റെ പേരും പറഞ്ഞ് വരുന്ന കുറേ ഫ്രോഡുകൾ കാണും. അതൊരു ഫാക്ടറാണ്. അത് മിക്കവരുടെ ജീവിതത്തിൽ ഒരു മോശം അനുഭവത്തിൽ നിൽക്കുമ്പോൾ വന്ന് കയറിയിട്ടുണ്ടായിരിക്കും. കുറെ മുട്ടിച്ച് പണ്ടാറടക്കി പോയിട്ടും ഉണ്ടായിരിക്കും. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കുന്നു. എന്തായാലും ഇവരുടെ ജീവിതത്തിൽ ചികിത്സിച്ച് ഭേദമാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫ്രോഡ് ടീം വന്ന് കയറിയിട്ടുണ്ടായിരുന്നു. നമുക്ക് കേട്ടു നോക്കാം. പിന്നെ എന്നെ കൊണ്ടുപോയാണ് നമ്മളോട് ആ സമയത്ത് തന്നെ ഒരു പുള്ളി ഇതുപോലെ വന്നിട്ട് നമ്മളെ അറിയാവുന്ന ഒരു പുള്ളി ഇതുപോലെ വന്നിട്ട് പറഞ്ഞു, ഇതേപോലെ ഇതിന് കുഴപ്പമൊന്നുമില്ല, ഇതിന് 3 മാസത്തിനുള്ളിൽ നമുക്ക് നടക്കാൻ പറ്റും. അത് അവൻ എങ്ങനെയാണോ നടന്നുകൊണ്ടിരുന്നത് ഓടിച്ചാടി നടക്കാൻ പറ്റും. നമുക്ക് സത്യം പറഞ്ഞ ആ സമയത്ത് സ്പൈനൽ കോഡ് ഇഞ്ചുറി എന്തുവാണ്, സത്യം പറഞ്ഞ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് ഒന്നും പ്രത്യേകിച്ച് അറിയത്തില്ല. ഞാൻ ഈ സ്പൈനൽ കോഡ് ഇഞ്ചുറിയുടെ ഒക്കെ സർജറി കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇത് പറ്റിക്കഴിഞ്ഞാൽ റിക്കവറി ചാൻസ് എന്ന് പറഞ്ഞാൽ 6 മാസം കൊണ്ട് 1 വർഷം കൊണ്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവരെന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ 3 മാസം കൊണ്ട് നീ എങ്ങനെ നടന്നു അതൊക്കെ ചെയ്യാം. 3 മാസം കൊണ്ട് നീ എന്തൊക്കെ ആക്ടിവിറ്റീസ് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കേട്ടപ്പോ 3 മാസം കൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും നടന്നാ മതി, അങ്ങനെ പണ്ടാരോട് ഞാനായിട്ട് പോയതാ. അതുപോലെ ട്രീറ്റ്മെന്റ് ഇല്ല. ഒരു പൊടി ആ പൊടിക്ക് എത്ര രൂപ വരുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. സത്യം പറഞ്ഞ എന്റെ അടുക്കെ 2 മാസത്തിനുള്ള ഒരു സ്റ്റെം സെൽ എന്ന് പറഞ്ഞ ഒരു പൊടി എന്ന് പറഞ്ഞു. ആ പൊടിക്ക് 69,000 രൂപ എന്നാ പറഞ്ഞത്. 69,000 രൂപ എന്റെ ഒക്കെ പറഞ്ഞത്. ആക്ച്വലി ഞാൻ ആ സംഭവം വന്നിട്ട് അതിന്റെ ഒരു പാക്കറ്റ് ഞാൻ കണ്ടിട്ട് ഞാൻ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതിന്റെ 2 മാസത്തെ അതിന്റെ ഒരു സാക്ഷി പാക്കറ്റ് പോലെ അതിന്റെ 2 മാസത്തെ പാക്കറ്റ് വെറും 16,000 രൂപയാ. ആ സാധനം എന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 2-2.5 ലക്ഷം രൂപയോളം ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. എന്റെ പൊന്നെ, നീയൊക്കെ തിന്നാ കയറോടാ നിന്റെ എല്ലിന്റെ ഇടയിൽ. ചാകത്തുള്ളൂ, നരകിച്ച് ചാവും. ഇങ്ങനെ ആൾക്കാരെ മുഞ്ചിച്ച് ജീവിക്കുന്ന നാറുകൾ. ഒരു മനുഷ്യന്റെ മോശം ഘട്ടത്തിൽ ഇടിച്ചു കയറി ചെന്ന് നിങ്ങൾക്ക് ഇപ്പം ഞാൻ സുഖം പ്രാപിച്ചു തരാം, അല്ലെങ്കിൽ ഇപ്പം നന്മ വഴി വെതത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇടിച്ചു കയറി അവിടെ ആ മനുഷ്യന്റെ ആ ജീവിതത്തിലെ ആ ഒരു മോശം സിറ്റുവേഷനെ മുതലാക്കുന്ന നിന്നെയൊക്കെ പോലുള്ള നാറികൾ സത്യം മട്ടല് വെട്ടി അടിക്കണം. എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇനി എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ മട്ടല് വെട്ടി ഞാൻ അടിക്കും, അടിച്ചിറക്കും.
ആ സെറ്റപ്പേ ഞാൻ ചെയ്യത്തുള്ളൂ. ഉള്ള കാര്യം പറയാമല്ലോ, ഇതൊക്കെ വളരെ തന്തയില്ലാത്ത പരിപാടി എന്നാണ് നമ്മുടെ ഭാഷയിൽ പറയുന്നത്. കാരണം അത്രയും തന്തയില്ലാത്ത പരിപാടിയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയൊന്നും ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും ഒക്കെ ജീവിതത്തിൽ മോശം സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഏതെങ്കിലും നാറുകൾ കയറി വന്നിട്ട് അവിടെ ഒരു വെളിച്ചം തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിച്ചു പോകരുത്. നിങ്ങൾ മൂഞ്ചിക്കപ്പെടും, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എന്തായാലും യദുവിന്റെയും ജ്യോതികയുടെയും ജീവിതത്തിൽ പുതിയൊരു വെളിച്ചം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയൊരു വീഡിയോ ഇടണം. ബൈ.